പാലക്കാട് ഒറ്റപ്പാലത്ത് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് സൂപ്രണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്തു. വന്നിരുന്ന ടൈം എന്ന് പറയുന്നത് ഒരു എക്സാം ഇല്ലാത്ത ടൈമായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് നാൾ അവിടെ ഇരുന്ന് പഠിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന് ശേഷമാണ് കുറച്ച് എക്സാംസ് ഒക്കെ വന്നത്. അപ്പോൾ ആദ്യത്തെ എക്സാമിലൊക്കെ കുറച്ച് ലിസ്റ്റുകളിൽ വന്നു തുടങ്ങിയപ്പോൾ മനസ്സിലായി പഠിച്ചാൽ കിട്ടും എന്നുള്ളത്. പിന്നെ അത് കണ്ടിന്യൂ ചെയ്യായിരുന്നു. അപ്പോൾ അതൊരു ലോങ് പ്രോസസ്സായിരുന്നു. അപ്പോൾ അത് ഭയങ്കരമായിട്ട് മടുപ്പിക്കണ ഒരു പ്രോസസ്സാണ് ഇത്ര നാൾ പഠിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കമ്പൈൻ സ്റ്റഡി എന്നുള്ളൊരു മാർഗം തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ല എഫക്റ്റീവ് മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ട് ഒരു വെള്ളിയാഴ്ചയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ എനർജിയൊക്കെ ഭയങ്കരമായിട്ട് ഡൗൺ ആയി തുടങ്ങും. അപ്പോൾ നമ്മുടെ സാറിൻ്റെ സൺഡേയിലെ മോട്ടിവേഷൻ മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും മൺഡേയിലേക്ക് ഒരു പുതിയ എനർജി കിട്ടും. ഏറ്റവും നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത് ഫസ്റ്റ് ഗ്രേഡ് LSTD PWD ഇറിഗേഷന് വേണ്ടിയിട്ടാണ്. പക്ഷെ അതിന് ഒരുപാട് നന്നായി പഠിച്ചുവെങ്കിലും എനിക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയത് LSTD AE ആണ്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് നമ്മൾ എത്ര നന്നായി പഠിച്ചാലും ചിലപ്പോൾ നമുക്ക് ആ ഒരു എക്സാം പ്രതീക്ഷിച്ച പോലെ എഴുതണമെന്നില്ല. അന്നേരം നമുക്ക് അതിനേക്കാളും നല്ലത് വരും. നമ്മളൊരു എക്സാം പോയി എന്ന് പറഞ്ഞിട്ട് അതിൽ ഒരിക്കലും തളരരുത്. നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുക കണ്ടിന്യൂസ് ആയിട്ട്. നമ്മൾ എന്തായാലും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും.